അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖിയാമയിലെ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്വ ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. അവന് സത്യം സ്വീകരിച്ചില്ല. ഫലാ സ്വദ്ദഖ, അവൻ സത്യം സ്വീകരിച്ചില്ല. വലാ സ്വല്ല, അവന് നമസ്കരിച്ചില്ല. വലാകിൻ കദ്ദബ വതവല്ല, വലാകിൻ കദ്ദബ, അവന് കളവാക്കി. വതവല്ല, പിന്നെ അവൻ പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്വ, എന്നിട്ട് ആ അഹങ്കാരത്തോടുകൂടെ, ഗർവിഷ്ഠനായിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടെ കുടുംബത്തിലേക്ക് കയറി ചെന്നു. ഔലാ ലക ഫഔല സുമ്മ ഔലാ ലക ഫൗല. അതുകൊണ്ട് അത് തന്നെയാണ് അവന് ഭൂഷണമായിട്ടുള്ളത്, അത് തന്നെയാണ് അവന് നല്ലത്. അവൻ അങ്ങനെ തന്നെ നിലകൊണ്ടു പോകട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഈ ഒരു ഗർവ് കാണിക്കുന്ന എല്ലാവരെയും ഖുർആൻ ഈ ഒരു രീതിയിൽ വിമർശിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് പറയുന്നത് അബൂജഹലിന്റെ നടപടിയാണ് എന്ന് പ്രമുഖരായിട്ടുള്ള മുഫസ്സിരീങ്ങളെല്ലാം തന്നെ ഏകാഭിപ്രായക്കാരായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യ സന്ദേശം ലഭിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്തത് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഈ അബൂജഹലിനെ അറിയാമായിരുന്നു. എന്നിട്ടും അബൂജഹൽ അതിനെ തള്ളിക്കളഞ്ഞു, ആ സത്യത്തിനെ തള്ളിക്കളഞ്ഞു. അവന് പിന്തിരിഞ്ഞു, അഹങ്കാരത്തോടു കൂടെ കുടുംബത്തിൽ പോയി, സ്വജനങ്ങളുടെ ഇടയിലേക്ക് പോയി അഹങ്കാരത്തോടു കൂടെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ അവൻ നിലനിൽക്കുന്ന അഹങ്കാരം എന്ന് പറയുന്ന ആ മാർഗം തന്നെയാണ് അവന് ഭൂഷണമായിട്ടുള്ളത്. അത് തന്നെയാണ് അവന് നല്ലത്. അവനവിടെ നിന്നോട്ടെ. അവന് നന്മയിലേക്ക് വരിക എന്നുള്ളത് ഇനി അവന് സാധ്യമല്ല. കാരണം അവന് തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞു, അഹങ്കാരം തിരഞ്ഞെടുത്തു കഴിഞ്ഞു, ധിക്കാരിയായി കഴിഞ്ഞു. ഇനി അവന് സത്യത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രബോധനം ചെയ്തിട്ടുള്ള ആളുകളിൽ ഒന്നാണ് അബൂജഹലിനെ. പക്ഷെ അബൂജഹൽ സത്യത്തിലേക്ക് വന്നില്ല. കാരണം അവന്റെ ഈ അഹങ്കാരം കാരണമാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ ഒരു അംശം ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ അതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുള്ളത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹങ്കാരമായിരിക്കും. ഈ അഹങ്കാരം തന്നെയാണ് അബൂജഹലിന്റെ നാശത്തിന് കാരണമായിട്ടുള്ളത്. നമ്മളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഇതിൽ പറഞ്ഞതുപോലെ സത്യം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സത്യം സ്വീകരിക്കുക, എന്നിട്ട് ആ സത്യം ബോധ്യപ്പെട്ട ശേഷം നമസ്കരിക്കുക, അതിനുശേഷം വിനയാന്വിതരായിട്ട് നിലകൊള്ളുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.